ഹലോ ഫ്രണ്ട്സ്, ഞാൻ ടിപ്സ് ആൻഡ് ട്രിക്കിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നും വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ടിപ്പ് കളക്ട് ചെയ്തിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കാണുന്നത്. ഇപ്പോൾ ഈ മഴക്കാലത്ത് കൊതുക് ഇത് ഭയങ്കര ശല്യമാണല്ലോ അല്ലേ. അപ്പോൾ ഇത് നല്ല മഴയാണ്, അതുപോലെ തന്നെയാണ് കൊതുകിൻ്റെ ശല്യം, ഈച്ചയുടെ ശല്യം. വീടിനകത്ത് ഇരിക്കാനോ പരിസരങ്ങളിരിക്കാനോ കടകളിലിരിക്കാനോ ഒന്നും പറ്റത്തില്ല. അന്നപ്പോൾ അതിനായിട്ട് നല്ലൊരു സൊല്യൂഷൻ നമുക്ക് റെഡിയാക്കാം. ഈ ചെനയും കൊതുകിനെയൊക്കെ തുരത്താൻ പറ്റിയ സൊല്യൂഷനാണ് റെഡിയാക്കുന്നത്. അതിനായിട്ട് നമുക്ക് ഒരു 5-6 തീപ്പെട്ടിക്കൊള്ളി എടുക്കുക, ഒരു 15 ഗ്രാമ്പു എടുക്കുക, പിന്നെ നല്ല ചൂടുവെള്ളം വേണം കേട്ടോ, പിന്നെ ഒരു 2 ടീസ്പൂൺ വിനാഗിരി, പിന്നെ ഒരു സവാള. ഇതാണ് നമുക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ്. ഇത്രയും സാധനം നമുക്ക് വേണം. എന്നിട്ട് നമുക്ക് നല്ല ആ ചൂടുവെള്ളത്തിൽ കുറച്ച് നേരം ഒന്ന് ഇട്ട് വെക്കുക. അല്ലെങ്കിൽ നിങ്ങൾ ഇതെല്ലാം കൂടെ ഒന്നിച്ചിട്ടൊന്ന് തിളപ്പിച്ചെടുത്തതിന് ശേഷം നല്ല തണുപ്പിച്ചെടുത്തതാണ് ഇത് കേട്ടോ. ഈ ഒരു സൊല്യൂഷൻ ഞാനത് വീഡിയോയിൽ ഉൾപ്പെടുത്താനാണ് ഈ ചെയ്യുന്നത്, വീഡിയോ ഉൾപ്പെടുത്താനാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇനി ഇത്രയും സാധനമാണ് ഇത് ചേർത്തിരിക്കുന്നത്, അത് കാണിച്ചു തരുന്നതാണ് കേട്ടോ. അപ്പോൾ നിങ്ങളൊന്ന് പെട്ടെന്ന് തന്നെ ഇങ്ങനെ ചെയ്ത് നോക്കൂ, വളരെ യൂസ്ഫുള്ളാണ് ഈ ഒരു ടിപ്പ്. എന്നിട്ട് ഇത് ഞാൻ വേറൊരു സ്പ്രേ ബോട്ടിലോട്ട് മാറ്റിയിട്ടുണ്ട്. എന്നിട്ട് നമ്മുടെ കിച്ചണിലാണെങ്കിലും അതുപോലെ ഷോപ്പുകളിലാണെങ്കിലും ഈ ഈച്ച ശല്യം വളരെ കൂടുതൽ. സർബത്ത്, പഞ്ചസാര ലായനി, പഞ്ചസാരയിൽ, അതുപോലെ ഫ്രഷ് ജ്യൂസ് അടിക്കുമ്പോൾ ജ്യൂസ്, ക്യാൻറ്റീന്, അതുപോലെ തന്നെ ഹോട്ടല്, ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലെല്ലാം ഈച്ച ശല്യം ഭയങ്കര കൂടുതലാണ്. അന്നപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കിടക്കാച്ച ഒരു സൂത്രമാണ് ഇത്രയും സാധനങ്ങളുടെ എളുപ്പമുണ്ട്, നമുക്ക് പെട്ടെന്ന് തന്നെ ചെയ്യാൻ പറ്റുന്ന സൂത്രമാണ് ഇത്. ഞാൻ പെട്ടെന്ന് ചെയ്തെടുത്താണ്. അപ്പോൾ നിങ്ങളൊന്ന് ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് ചെയ്യട്ടോ. അതുപോലെ തന്നെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നമ്മുടെ ഫാമിലിയിലൊന്ന് ജോയിൻ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. പിന്നെ ബെൽ ബട്ടൺ എനേബിൾ ചെയ്ത് വെച്ചേക്കണം, എന്നാലേ ഞാൻ എടുത്ത വീഡിയോസിൻ്റെ എല്ലാ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ കുട്ടികളൊക്കെ ഡൈനിങ് ടേബിളിലൊക്കെ ഈ ആഹാരം കഴിച്ചതിന് ശേഷം വേസ്റ്റ് കിടക്കുന്നത് കണ്ടിടും. ആ വേസ്റ്റ് കിടക്കുന്നിടത്തെല്ലാം ഈച്ച, അതുപോലെ കണ്ണീച്ച, പൊടിയായിട്ടുള്ള ഈച്ചകളോ കൊതുകളൊക്കെ വന്നിരിക്കാൻ സാധ്യത കൂടുതലാണ്. അന്നപ്പോൾ നമുക്കിതൊന്ന് നല്ലപോലെ തുടച്ച് മാറ്റിയ ശേഷം ഇത് കുറച്ച് സ്പ്രേ ചെയ്തിട്ട് നമുക്ക് തുടച്ചിടുവാണെങ്കിൽ നല്ലൊരു എഫക്റ്റാണ്, 100% റിസൾട്ട് കിട്ടുന്നതാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും ഇത് ചെയ്ത് നോക്കണം. ഇത്രയും സാധനം മാത്രം മതി. അപ്പോൾ ഞാൻ വീഡിയോ കാണിച്ചിരിക്കുന്ന അത്രയും സാധനം എടുത്താൽ മതി, ആ ഒരു അളവിൽ തന്നെ എടുക്കണം കേട്ടോ. ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോ അടിപൊളി ടിപ്പുകളുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും. അതുവരേക്കും ബായ്. ഇനി ഈച്ചയോ കൊതുകോ ഒന്നും നമ്മുടെ വീട്ടിൻ്റെ പരിസരങ്ങളിൽ പോലും വരുത്തേയില്ല.